So, teachers, for the second activity on page number 2, നിങ്ങൾക്ക് കുറച്ച് ടാക്ടൈൽ സെൻസസ് അതായത് ഫീൽ ചെയ്ത് കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ദർ ഇസ് അനദർ ബ്രില്യൻ്റ് ആക്ടിവിറ്റി, കുറച്ചും കൂടി സെൻസസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തിപ്പോൾ ഞാൻ ചെറുപയർ അതായത് ഗ്രീൻ ഗ്രാം, ബേസിക്കലി ഇത് ഗ്രീൻ ഗ്രാം ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മണ്ണ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യും, വിച്ച് ഇസ് വെരി മച്ച് ഈസിലി അവൈലബിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷ്രെഡഡ് പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാട്ട് എവർ മീഡിയം വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തോളൂ വിച്ച് ഇസ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഓക്കെ, സോ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്കൊരു ഗമ്മ് വേണ്ടി വരും. ഇപ്പോൾ ക്ലാസ്സിൽ ഐ വുഡ് പ്രിഫർ ഈ ഒരു ടിപ്പുള്ള ഗമ്മാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will provide kids with base letters. അപ്പോൾ ഇതിപ്പോൾ എ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഔട്ട്ലൈൻ മോഡൽ കൊടുക്കും. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി ആയിട്ട് ഈവൻ സ്മോളർ ചെറിയ A4ൻ്റെ ഹാഫ് അതായത് A5 പേപ്പർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ ഗോ സ്മോളർ, ചെറിയ 6 ഇഞ്ചസിൻ്റെ പേപ്പേഴ്സായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. സോ 6 ഇഞ്ചസിൻ്റെ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സോ ഹൗ ഡു യു ഡു ദി ആക്ടിവിറ്റി? ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെൻസിൽസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ആ മെറ്റീരിയൽസിന് നിങ്ങൾ കൊടുക്കുക. ഗ്രീൻ ഗ്രാം ആയിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, അല്ലെങ്കിൽ ഷ്രെഡഡ് പേപ്പർ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോട്ടൺ ആകാം, സ്റ്റോൺസ് ആകാം, വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത്. എന്നിട്ട് ഇവരോട് ഇത് ഒട്ടിക്കാനായിട്ട് പറയാം. ഒട്ടിച്ച് തീരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ദിസ് ഇസ് ദ ലെറ്റർ O, ദിസ് ഇസ് ദ ലെറ്റർ X ആൻഡ് ദിസ് ഇസ് ദ ലെറ്റർ T. വെരി റാൻഡമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സാണ്. സോ വാട്ട് ക്യാൻ യു ഡു ആഫ്റ്റർ ദിസ്? ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു അവയർനെസ് കിട്ടും ലെറ്റേഴ്സിൻ്റെ. ഈ ലെറ്റേഴ്സ് അവയർനെസ് കൊടുക്കുമ്പോൾ പ്രിഫറബിളി എല്ലാവരും സിമിലറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെങ്കിൽ ഓൾവേസ് ബെസ്റ്റ്, കുറച്ചും കൂടി ലേണിങ്സ് ബെറ്റർ ആകും. സോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടീച്ചേഴ്സിന് എന്താ പറയുന്നത്? സോ വാട്ട് ലെറ്റർ ആർ വി പ്രിപ്പയറിംഗ് ടുഡേ? വി ആർ പ്രിപ്പയറിംഗ് ദ ലെറ്റർ X, വി ആർ പ്രിപ്പയറിംഗ് ദ ലെറ്റർ Y, വി ആർ പ്രിപ്പയറിംഗ് ദ ലെറ്റർ T. ഫോണീമിക് അവയർനെസ് ബിൽഡ് ചെയ്യാനായിട്ട് ഇഫ് ദിസ് ഇസ് X, X says X says T says T, O says O. ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ചെയ്യിപ്പിക്കാം. നൗ ടു ടേക്ക് ദിസ് ടു ദ നെക്സ്റ്റ് ലെവൽ, ഐ ലവ് ദിസ്. നിങ്ങൾക്ക് കുട്ടികളുടെ കണ്ണ് കെട്ടിയിട്ട് നിങ്ങൾക്ക് ഈ അവയർനെസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഇത് തന്നെ വേണം എന്നില്ല കേട്ടോ കണ്ണ് കെട്ടാനായിട്ട്. ഓക്കെ, സോ യു പ്രൊവൈഡ് ദിസ്. ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തതിന് ശേഷം കുട്ടി കൈ കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം, അതായത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. 0 വരാം, ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി O ഓർ O. അതുപോലെ തന്നെ ഇതിപ്പോൾ എനിക്ക് ഓർഡർ അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഓൾസോ. ഓക്കെ, X ആണെന്ന് തോന്നുന്നു, മണ്ണ് ഇത് ഞാൻ X ആണ് ഞാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഐ നോ ഇറ്റ് ഇസ് X. അതർവൈസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിത് ഫീൽ ചെയ്ത് ടാക്ടൈൽ സെൻസസ് ആക്ടിവേറ്റ് ചെയ്ത് ദേ വിൽ ബി ഏബിൾ ടു സേ X. ആൻഡ് ഇഫ് ദേ സേ ഇറ്റ് ഇസ് X, അവരോട് ഫൊണീമിക് പ്രൊനൗൺസിയേഷൻ എന്താണെന്നുള്ളത് ചോദിക്കുക. ഫൊണീമിക് അവയർനെസ് എന്താ Xൻ്റെ? സോ ദിസ് ഇസ് X. X says. രാഹുൽ, വാട്ട് ഡസ് X say? അതും കൂടി നിങ്ങൾക്ക് ഒരു ആൻസറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ യുവർ ട്രെയിനിങ് ഇസ് ടു ഗുഡ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയിൽ ഫൊണീമിക് അവയർനെസ് ആൻഡ് ഓൾസോ ദ ലെറ്റർ അവയർനെസ് ഇസ് ടു ഗുഡ്. Okay, so see you in the next.